ഇതേപോലെ വൈകാതെ പൊട്ടിത്തെറിക്കുന്ന ഉറപ്പാ. പിന്നെ സുപ്രീം കോടതി വരെ പോകുന്നത് ആർക്കും കിട്ടാത്തൊരു പരിപാടിയാണ്. ഇനി ഈ കാര്യം പറഞ്ഞു എന്റെ പടി ആരെങ്കിലും ചവിട്ടി ആ ചവിട്ടി അവന്റെ മുട്ടുകാരെ തല്ലോടി. സുഭാഷേ, ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നന്നായിരിക്കുന്നു. സിനിമ സൂപ്പർ ആയിരിക്കും. താങ്ക് യു. അമ്മേ, എനിക്കും ഈ സിനിമ കാണണം. ആഹാ, എന്നെ കണ്ടോ? പിന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പോവാം. ഓഗസ്റ്റ് 23 റിലീസാകാൻ പോകുന്ന ഭരതനാട്യം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞങ്ങൾ ഏതായാലും ഉണ്ടാവും, നിങ്ങളും വരണം. ആഹാ, എന്നാ പിന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാലോ? പിന്നെന്താ, ആയിക്കോട്ടെ. ഓ, ഹലോ, ഹായ് പറ. ഹായ്. ഹൈ ഫൈ. ചെല്ലേ, ഞാനൊരു സെൽഫി കൂടെ എടുത്തോട്ടെ? എടുത്തോ. എല്ലാം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനെ. പ്രശാന്ത്, വാ 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 വാ. ഹലോ, അകത്തേക്ക് അകത്തേക്ക്. ശരി. ആളവിടെ അങ്ങോട്ട് വന്നാ മതി. ഭക്ഷണം കഴിക്കാൻ മറക്കല്ലേ? അതെ, എന്തെല്ലാം കഴിച്ചിട്ടിരിക്കണേ. വരൂഷേനെ. ഹലോ, കേറി കേട്ടോ. അതിനെ നേരെ ആശാനെ, നമുക്കിന്ന് അങ്ങോട്ട് ചെന്നിരുന്നല്ലോ. ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞില്ലേ? എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാടാ ശരിയാവാ? വരണ്ട ആൾ ഇതുവരെ വന്നില്ലല്ലോ. ഓ, എനിക്ക് ശരിക്കും വേണിച്ചു കേട്ടോ. ആശാനെ കൈ നടക്കുന്നതിൽ എനിക്ക് ഇത് തന്നെ കിട്ടണം. എടാ, കൈയായിട്ട് കൂടെ നിന്നാ മാത്രം പോരാ, രഹസ്യങ്ങളൊന്നും കയ്യിൽ പോവാനും പാടില്ല, മനസ്സിലായ? എന്റെ പൊന്നാശാൻ, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുവോ ഇതിലിപ്പോ എന്താ ഒരു രഹസ്യം? ഇനി കുറച്ച് സമയം കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവില്ലേ ഏടത്തേമ്മ എവിടത്തെ ജില്ലാ കളക്ടർ എന്ന്. ആശാനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയതും സത്യാമ്മയ്ക്കെതിരായ കേസുകൾ ഒഴിവാക്കിയതും ഈ വിഷ്ണു ലോകത്തിന്റെ ഭൂമി രക്ഷിച്ച് ഈ 7ാം വർഷത്തിന് കളം ഒരുക്കിയതും ഏട്ടത്തേമ്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? സസ്പെൻസ് ഒക്കെ തീർന്നില്ലേ? എടാ, അത് അപ്പോഴല്ലേ. ഇടാ, ശാലിയാണ് ഇതൊക്കെ ചെയ്തേന്ന് അയാളുടെ മുന്നിൽ വെച്ച് അമ്മ തിരിച്ചറിയുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതൊന്ന് വേറെ. അപ്പൊ അമ്മയുടെ മുഖം ഒന്ന് എനിക്ക് കാണണോടാ. ഓ, അങ്ങനെ. കുഞ്ഞീച്ചി വന്നാ എന്തായിരിക്കും സംഭവിക്കുക? ഇത്തവണ സത്യാമ്മ ആരെയാ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നത്? കളക്ടറാണെന്നാ പറയുന്നത്. ഓ, ഹായ് ഹായ്. ശ്യാമേ,
ഇയാൾ ഇവിടെ എന്തെടുക്കുക? ഞാൻ എടോ, ഗസ്റ്റുകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യാ വേണ്ടത്. ഇതിപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വരെ താൻ ഇവിടെ നിൽക്കുകയാണോ? അല്ല, അതിന് ഇവന്റ് മാനേജ്മെന്റുകാരെ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ, കൊള്ളാം, നല്ല കഥയായി. തരക്കേടില്ല എന്ന് പറയുന്ന രീതിയിലേ ഇവന്റ് മാനേജ്മെന്റുകാർ എന്തും നടത്തുള്ളൂ. പക്ഷേ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, അറിയോ? അതിന് സ്വന്തം ആൾക്കാരുടെ നോട്ടം തന്നെ വേണം, മനസ്സിലായോ? വാ, തനിക്ക് വന്നേ. ഹ, രോഹിത്, ആ പൊന്നി, അവിടെ നിന്നേ. എന്താ ഇതില്? ജ്യൂസ്. ആ, അത് മനസ്സിലായി. എന്തൊക്കെ ഐറ്റംസ് ആണെന്നാ ചോദിച്ചേ? അത് ഓറഞ്ച്, മുന്തിരി, ലെമൺ. ആ സെക്കൻഡ് റോയിൽ ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു ഫാമിലിയാ ഓറഞ്ച് ജ്യൂസ് ചോദിച്ചത്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ഗ്രേപ്പ് ജ്യൂസ്. പിന്നെ അല്ലെങ്കിൽ വേണ്ട, അതിങ്ങിതാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഇങ്ങിതാ. ആ കണ്ടോ, ഇതാണ് പറയുന്നത്. ഇത്തരം പണിയൊന്നും ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ടുപോലെ ശരിയാവില്ല എന്ന്. എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ നമ്മൾ തന്നെ വേണം. രോഹിത് കുഞ്ഞിന് എന്ത് പറ്റി? രോഗത്തിനല്ല, വിഷ്ണു കുഞ്ഞിന് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. രോഹിത് മോനെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. വാസ്തവത്തിൽ സ്വന്തം ബിസിനസ് വളർത്തുന്നതിനെ പറ്റി സത്യാമയോ രാഘവൻ സാറോ പോലും അത്രയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ല. ശാലിന്റെ മോള് പോയ പിന്നെ വിഷ്ണു കുഞ്ഞിന് ഒന്നിനും ഒരു ഉത്സാഹമില്ല. ഈ വിഷ്ണു ലോകത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ശാലിനി മോള് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാ നിശ്ചയിച്ച സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം തന്നെ നടന്നത്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പിള്ളച്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറ. നീ തോക്കി കയറി വെടിവെക്കാതെ പൊന്നി. അത്രയും പ്രിയപ്പെട്ട വിഷ്ണു ലോകത്തോട്ട് വിഷ്ണു കുഞ്ഞ് തിരിഞ്ഞു വെക്കിട്ടുണ്ടോ? ശാലിന്റെ മോള് പോയിക്കഴിഞ്ഞാ ഈ ഹോട്ടലിന്റെ 6 വാർഷികവും നടന്നത്. അന്ന് ഈ വിഷ്ണു കുഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതിന് അല്ല, എന്റെ ഒരു സംശയ. എന്നാലും തുറന്നങ്ങ് പറയാ, ഈ 7ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞ് കാണിക്കുന്ന ഈ ചൊടിയും ചൊണയും ഉത്സാഹവും ഒക്കെ കാണുമ്പോ എനിക്കങ്ങ് തോന്നിപ്പോവാ, എന്ത് ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ശാലിനി മോള് വരുമെന്ന്. പിള്ളച്ചേട്ടൻ എന്താ ഈ പറയുന്നേ? അത് മാത്രമല്ല, ശാലിനി മോള് വരുമെന്ന കാര്യം വിഷ്ണു മോന് അറിയാമെന്നും തോന്നുന്നു. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ധാരണയിലാ വരുന്നതെന്ന എന്റെ ഒരു ബലമായ സംശയം. എന്ത് ധാരണയിലാണെങ്കിലും സത്യാമ്മയുടെ മുമ്പിലേക്ക് ശാലിനി കുഞ്ഞു വന്ന് നിന്ന് കൊടുത്താലത്തെ അവസ്ഥ അറിയാലോ പിള്ളച്ചേട്ടന്. ദേ, ആ കുഞ്ഞും രോഹിത് കുഞ്ഞും ഒക്കെ കുറച്ചു മനസമാധാനത്തോടെ ജീവിക്കുക ഇപ്പോ. വന്നാ അതും കൂടി ഇല്ലാണ്ടാവും. കുഞ്ഞേച്ചി, എന്താ വിഷ്ണു? അല്ല ഭൂഷണേ,
എവിടെടാ? എനിക്കറിയില്ലല്ലോ. അച്ഛനെ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് വേസ്റ്റാ. പൈലറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ടല്ലേ ഏട്ടത്തേമ്മയുടെ വരവ്. അവര് ഗേറ്റ് നിൽക്കുന്നവർ നോക്കില്ല. ചിലപ്പോ സെക്യൂരിറ്റി ആണെന്ന് കരുതാനും മതി. അല്ല, ആശാനെ കണ്ട അങ്ങനത്തെ ലുക്കൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം ഉദ്ദേശിച്ചതേ. അല്ല ആശാനെ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചോ, കലക്ടർമാരൊക്കെ പൈലറ്റും പോലീസും ഒക്കെ ആയിട്ട് ഇടിച്ചു കയറി പോകത്തില്ലുള്ളൂ. അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നവരെ മാത്രമേ അവര് കാണൂ. അല്ലെങ്കിൽ പിന്നെ കരികൂടി കാട്ടണം. കാര്യം ഇത്രേ ഉള്ളൂ ആശാനെ. ഏട്ടത്തേമ്മ ഹാളിലേക്കല്ലേ കയറി വരുന്നേ. അവിടെ വെച്ച് ആശാൻ ഏട്ടത്തേമ്മ ഈ ഹാരം ഇട്ട് സ്വീകരിച്ച അതൊരു അന്തസ്സല്ലേ. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സത്യമയുടെയും മുന്നേ വെച്ച് ആശാൻ പറഞ്ഞ ലെവലിൽ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ പഞ്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയുണ്ടാശാനെ? കൊള്ളാം. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അതെ ആശാനെ, ഞാൻ വിചാരിച്ചത് നീ വെറും വേസ്റ്റ് ആണെന്നാ. തെറ്റിപ്പോയി. അല്പം ബുദ്ധിയുണ്ട്. അതെ ആശാനെ. ആശാനെ ചുമ്മാ ഇരിക്കട്ടോ. ഹായ് ബിഗ് ഫ്രണ്ട്. വിഷ്ണു അച്ഛാ, പ്രോഗ്രാം എന്താ തുടങ്ങാത്ത? പ്രോഗ്രാം ഇപ്പൊ തുടങ്ങൂടി. ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ അറിയില്ലേ? സോറി മാഡം, ഉടനെ തന്നെ തുടങ്ങാൻ പറയാം. ആ, എങ്കിൽ കൊള്ളാം. അല്ല, മാഡം അപ്പൊ വന്ന് ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ പപ്പി, ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. കഷ്ടമുണ്ട് കേട്ടോ വിഷ്ണു അച്ഛാ. സ്മോൾ ഫ്രണ്ട് സോറി, മാപ്പാക്കണം. എന്താ വേണ്ട പപ്പി? സോറി പറഞ്ഞല്ലേ, വിട്ടേക്ക്. ശരി, മാപ്പ് തന്നിരിക്കുന്നു. ഓ, സത്യേ രാവിലെ വന്നതാ. ഡ്രൈവറങ്ങളെ കൊണ്ടുവന്ന് വിട്ടു. അല്ല, എന്താണ് രണ്ടുപേരുടെയും പ്രോഗ്രാം? ഇന്ന് ഇവിടെ എന്തൊക്കെയോ അവതരിപ്പിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് സീക്രട്ടാ. ഓഹോ, അപ്പൊ ബിഗ് ഫ്രണ്ടിനോട് പറയില്ലേ? പറയുന്നേ. ആ, എന്നാ പറയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. ഓ, പിന്നെ ഉണ്ട് ഒരുപാട് പരിപാടികൾ. പക്ഷെ അതൊന്നും പറയില്ല, സീക്രട്ടാ. കൊള്ളാം 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 കൊള്ളാം. ആരുടെ ഐഡിയ ഇത്? എന്റെ അമ്മയുടെ. ആഹാ, സത്യയുടെ അമ്മയുടെയാ? അതെ. ഓ, മോള് വാ. അല്ല, മോളുടെ അമ്മ വന്നില്ലേ? പുറത്ത് കാറിലിരിപ്പുണ്ട്. ഞാൻ സഹായിക്കണോ മോനെ? താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നന്ദി. താങ്ക്സ് എനിക്കല്ല, ആ മേഡത്തോടാ പറയേണ്ടത്. ആ മേഡോ കാർ നിർത്തിച്ച് മോനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. പിന്നെ രണ്ടുപേരും തകർക്കണം കേട്ടാ. ശരി, ഓക്കെ. ശ്യാമേ, താൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? എടോ, അവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക. എനിക്കൊരു കൈസഹായത്തിന് ആരാ? എന്താടോ, ഇയാൾക്ക് എന്ത് പറ്റി? രോഹിത്, എന്താടോ, എന്തു പറ്റി? ഒന്നുമില്ല. കാര്യം പറയടോ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്തു പറ്റി? അത് എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, പെട്ടെന്ന് എന്തു പറ്റി?
വേറൊന്നും കൊണ്ടല്ല രോഹിത്, ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. നമ്മുടെ പപ്പി മോളെയും. അതുകൊണ്ടായി ഈ തലവേദന. ആ, പുറമേ ചൂടൊന്നുമില്ല കേട്ടോ. ചിലപ്പോ ഉള്ളി പനി ഉണ്ടായിരിക്കും. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വാ. വേണ്ട രോഹിത്, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അല്ല, ഇയാള് സ്വയം ചികിത്സയും തുടങ്ങിയോ? അല്ല, ഇവിടെ ഇതുപോലെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമല്ലേ, അതിനിടെ ഹോസ്പിറ്റലും ഡോക്ടറും ഒന്നും വേണ്ട. എന്നാ പിന്നെ ഇയാളിപ്പോ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ മേഡിനെ വിളിച്ച് പറയാം. ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടും പോവാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ രോഹിത്. ഇന്ന് ഇവിടെ കുഞ്ഞേച്ചി വരുവോ ഇല്ലോ എന്നുള്ളത് വെച്ചാ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ശ്യാമേ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ഇയാള്? രോഹിത് മോനെ, മോനെ, ആ മൈക്കിന്റെ ആൾക്കാർ ഇവിടെ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു. മോനെ, സത്യാമയ പറഞ്ഞത് ചോദിച്ചിട്ട് വരാൻ. രോഹിത് അങ്ങോട്ട് പോയിക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് വരണേ. ഇവിടെ ഈ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോ ഒരാശ്വാസം പോലെ. ഉറപ്പാണല്ലോ അല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല. രോഹിത് മോനെ, വാ. ഇതാ വരുന്നു പിള്ള ചേട്ടാ. വേഗം വരൂ. ഇയാള് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഒന്ന് പെട്ടെന്ന് നടക്ക്. വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛൻ എന്താ ഇന്ന് ഇത്രേ സന്തോഷം? അതൊക്കെ പറയൂ വിഷ്ണു അച്ഛാ. എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? എന്നത്തേക്കാളും സന്തോഷത്തിലായിരുന്നു വിഷ്ണു അച്ഛൻ, അതാ ചോദിച്ചേ. അത് എന്റെ പപ്പി കുട്ടിക്ക് തോന്നിയതാ. എന്നാ പറ സന്തോഷമില്ലെന്ന്. വിഷ്ണു അച്ഛാ പറ. എന്ത് പറഞ്ഞാലും സത്യം എന്റെ പപ്പി. കള്ളം പറയാൻ പാടില്ല കേട്ടോ. പറയോ? കള്ളം പറയില്ല. എന്നാ പറ. എന്ത് കള്ളോ? കള്ളം പറഞ്ഞ അടിപൊളി കേട്ടോ. അത് ശരി. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ. എടി, അതൊരു സീക്രട്ട് ആയതുകൊണ്ടാ. ആഹാ, അപ്പൊ ഞങ്ങളുടെ ശരിക്കൊരു വിലയില്ലേ? പപ്പി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നമ്മുടെ സീക്രട്ട് ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞത് നമ്മൾ എന്താ പെർഫോം ചെയ്യുന്നതെന്നും? വിഷ്ണു അച്ഛാ, ദിസ് ഈസ് ചീറ്റിംഗ്. സത്യം, നമുക്ക് പോവാം. പോവല്ലേ പെണങ്ങല്ലേ? വിഷ്ണു അച്ഛൻ സീക്രട്ട് പറയില്ലല്ലോ. പറയാം, വിഷ്ണുച്ചൻ പറയാം. ശരി, എങ്കിൽ പറ. പിന്നെ വേറെ ആരും അറിയരുത്, രണ്ടുപേരും കൂടിട്ടാ. പറയോ? എന്നാലേ പപ്പിയുടെ ചേച്ചിയമ്മ വരാൻ പോണു. അതാ സീക്രട്ട്. എങ്ങനെയുണ്ട്? സത്യം? എടി സത്യം. സത്യം, ചേച്ചിയമ്മ വരുന്നോന്ന്. അല്ല, സത്യം പപ്പിയുടെ ചേച്ചിയമ്മയെ മടക്കി കൊണ്ടുവരാൻ ഒരുപാട് പണിപ്പെട്ടല്ലേ? അവസാനം ഇതാ ചേച്ചിയമ്മ മടക്കി വരുന്നു. പപ്പിയുടെ ചേച്ചിയമ്മ എവിടെന്നാ വരുന്നത്? അതൊക്കെ വന്നിട്ടേ പറയൂ. എപ്പോഴാ ചേച്ചിയമ്മ വരുന്നേ? എടി പൊട്ടിക്കളി ഇന്നടി. ഇന്നോ? ഇന്ന് തന്നെ.
അപ്പൊ ശേഷം ഭാഗം സ്ക്രീനിൽ.